ഈ ട്രംപ് ആഗ്രഹിക്കുന്നത് നൊബേൽ സമ്മാനമാണ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരു ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് നേടാൻ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിയാണ്. കാരണം അദ്ദേഹം പറയാത്ത മണ്ടത്തനങ്ങളില്ല. അതിനെ എണ്ണി തിട്ടപ്പെടുത്തിയെടുത്താൽ ഗിന്നസ് ബുക്കിലേക്ക് റെക്കോർഡാണ്. ആ റെക്കോർഡിന്റെ ഒരു തുടർച്ചയാണല്ലോ ബീഹാറിൽ സംഭവിക്കുന്നത്. അതെ, അവിടെ രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് വലിയ ചർച്ചയായി. വലിയ ചർച്ച മാത്രമല്ല, വലിയ ട്രോളായി. ഇന്ത്യയിൽ പ്രമുഖരായ ഈ രാഷ്ട്രീയ നിരീക്ഷകരും ഈ പറയുന്ന പോലെ ബുദ്ധിജീവികളും പണ്ഡിതന്മാരും ഒക്കെ തലയറഞ്ഞു ചിരിക്കുന്ന ഒരു ട്രോളായി അത് മാറി. കാരണം അദ്ദേഹം പറയുകയാണ്, മാധ്യമങ്ങളോട് പറയുകയാണ്, ഈ യാത്രക്കിടയിൽ എന്നോട് ഒരുപാട് പേര് വന്ന് പരാതി പറയുന്നു, ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. ആരാണ്? 6-7 വയസ്സുള്ള കുട്ടികൾ വന്ന് പരാതി പറയുകയാണ്. 100 കണക്കിന് കുട്ടികളാണ് വന്ന് പരാതി പറയുന്നത്, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. ഇത് എന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയുക? സ്വന്തം അച്ഛനെ അപമാനിക്കുന്ന രീതിയിലേക്ക്. സ്വന്തം അച്ഛനാണല്ലോ 18ാമത്തെ വയസ്സിൽ അതെ ഈ വോട്ട്, പണ്ട് 21 വയസ്സായിരുന്നു. അതെ, അതിനെ 18ആക്കി. അതുപോലും അറിയില്ല, 6ആക്കി. അതെ, 6ആക്കിയിരിക്കുക. എന്ത് കഷ്ടമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതിന് വലിയ ബഹുമാനമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ഈ രാഹുലിനത് അറിയില്ലെങ്കിൽ കോൺഗ്രസ്സിലെ തലമുതിർന്ന നേതാക്കൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. കേരളത്തിലും ഉണ്ടല്ലോ തലമുതിർന്ന നേതാക്കൾ. അങ്ങനെ പറഞ്ഞു കൊടുക്കാമായിരുന്നെങ്കിൽ എന്നേ പറഞ്ഞു കൊടുക്കാമായിരുന്നു. എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ 4ാമതല്ല 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. അങ്ങനെ ആ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ലോകത്ത് വലിയ സ്വീകാര്യതയുണ്ട്. ആ പദവിയുടെ വലുപ്പം രാഹുലിന് അറിഞ്ഞുകൂടാ. അത് മനസ്സിലാക്കാതെയാണ് രാഹുൽ എന്തൊക്കെയോ ഈ വിഡ്ഢിവേഷം കെട്ടി ആടുന്നത്. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസ്, RJD തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ മത്സരിക്കണം, നല്ല പ്രകടനം കാഴ്ചവെക്കണം, ജനങ്ങളുമായിട്ട് നന്നായി സംവദിക്കണം, ഒക്കെ വേണം. അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, ജനാധിപത്യത്തിൻ്റെ മനോഹാരിത അതാണല്ലോ. അല്ലാതെ ഇവിടെ ആരും രാഹുലിൻ്റെയോ ലാലു പ്രസാദ് യാദവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയുടെയോ അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും കവർന്നെടുത്തിട്ടില്ല. അവരെ തടഞ്ഞിട്ടില്ല ആരും. അപ്പോൾ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് അതിൻ്റെ കടക്കൽ ആരും കത്തിവെച്ചിട്ടില്ല. പക്ഷേ ഈ പറയുന്നത് എന്താണെന്ന് രാഹുൽ ഒന്ന് ഓർക്കണം. ഒരു തിരിച്ചറിവ് വേണ്ടേ മനുഷ്യന്? ഈ പറയുന്ന പോലെ 6-7 വയസ്സുള്ള കുട്ടികൾ, ഈ സാധാരണ നമുക്കൊക്കെ അറിയാം, ഒരു 6-7 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എപ്പോഴും അമ്മയോടൊപ്പമായിരിക്കും. അമ്മയുടെ സാരിത്തുമ്പി പിടിച്ച് നടക്കുന്ന ഒരു പഴയകാല ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അല്ലേ? ഈ കൊച്ചു കുട്ടികൾ എങ്ങനെ വന്ന് രാഹുലിനോട് പരാതി? അവർക്ക് വോട്ട് എന്താണെന്നറിയാമോ? ഇലക്ഷൻ എന്താണെന്നറിയാമോ? ഈ പാർലമെൻറ്റും നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അവർ നല്ല പടങ്ങൾ കാണുമ്പോൾ, ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടം തോന്നും. അത് ഇന്ദിരാഗാന്ധി മുതൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മുതൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരുടെയും ചിത്രങ്ങൾ അവർ കണ്ട് സ്വീകരിക്കും. കുട്ടികളെ സംബന്ധിച്ച് അതിൽ കൂടുതൽ എന്തറിവാണ് അവർക്ക് ഈ കാര്യത്തിലുള്ളത്? അതിനേക്കാൾ താഴെയാണോ രാഹുലിൻ്റെ ബുദ്ധി, രാഹുലിൻ്റെ ഈ പറയുന്ന അറിവ്? അതല്ലേ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്, ബാലക ബുദ്ധി. ബാലക ബുദ്ധി എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് പ്രധാനമന്ത്രി മാത്രമല്ല, അത് ആദ്യം തിരിച്ചറിഞ്ഞ് പറഞ്ഞത് നമ്മുടെ VS അച്യുതാനന്ദനാണ്. യശശരീരനായ കേരളത്തിൻ്റെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു, ഇതൊരു അമുൽ ബേബിയാണ് എന്ന് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് രാഹുൽ ശേഷം അത് മോദിക്ക് ആവർത്തിക്കേണ്ടി വന്നു, ബാലക ബുദ്ധി എന്ന്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഗൗരവത്തിലാണ് ഈ ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷ സഖ്യവും ബീഹാർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ രാഹുൽ ഇവിടെ വന്ന് വലിയ കാര്യത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞൊരു പ്രസൻറ്റേഷൻ, PowerPoint പ്രസൻറ്റേഷനൊക്കെ നടത്തിയെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു കോൺഗ്രസ്സിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരുടെ IT ഡിവിഷനിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പണിയെടുത്തിട്ടാണ് ഈ പണിയെടുത്തത് ചീറ്റിപ്പോയി. അവർ കൊണ്ടുവന്നതെല്ലാം വോട്ടർ പട്ടികയിൽ എല്ലാ കാലത്തും ക്രമക്കേടുണ്ട്. പക്ഷെ ക്രമക്കേട് നടന്നോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഉത്തരം പറയാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഇരുന്ന് ഇതൊക്കെ നുള്ളിപ്പറക്കി എടുത്ത് ഇരട്ട വോട്ടുണ്ട്, മരിച്ചുപോയവർക്ക് വോട്ടുണ്ട്, ഒരു വീട്ടിൽ തന്നെ 100 വോട്ടും 300 വോട്ടും ഉണ്ട്, ഇതൊക്കെ അവർ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഇവരെല്ലാം വോട്ട് ചെയ്തോ
ഇവർക്കെല്ലാം വോട്ട് ചെയ്യാൻ സാധിച്ചോ, അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിലേക്ക് അന്വേഷണം പോണ്ടേ? അതിന് തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ രേഖാമൂലം പരാതിപ്പെടൂ. ഇതൊന്നും ചെയ്യാതെ ഈ രാഹുൽ ഇവർ കൊടുത്ത ഡാറ്റയും കയ്യിൽ വെച്ചുകൊണ്ട് വലിയ ഒരു അഭ്യാസ പ്രകടനം നടത്തി. അത് മുഴുവനും ചീറ്റിപ്പോയി. ഒരു തരത്തിലും അതിന് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്തിനാണിത് കൊണ്ടുവന്നത്? ബീഹാർ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ്. ബീഹാറിൽ നമുക്കൊരു വലിയ അട്ടിമറി, കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ സംഭവിച്ചതുപോലെ കോൺഗ്രസ്സിന് ഒരു എന്താ പറയുക, തൂത്തെറിയുന്ന തരത്തിലുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. അവിടെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് മുന്നേറി വരണം, അധികാരം പിടിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ്. ഇതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. നമ്മൾ അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. അടവ് നയങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് അതിൻ്റെ ധർമാധർമ്മങ്ങളെക്കുറിച്ചോ അതിൻ്റെ സത്യാസത്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അവർ ഒരു പക്ഷേ ജനങ്ങളിൽ ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അതിനെ ഫലപ്രദമായിട്ട് നേരിടാൻ എതിരാളികൾക്ക് കഴിയണം. അതാണ് രാഷ്ട്രീയം. അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു. ഈ വെറും ജനകീയ പ്രവർത്തനങ്ങൾ കൊണ്ട്, ജനസേവനം കൊണ്ട് മാത്രം വോട്ട് പിടിച്ച് ജയിക്കുന്ന ഒരു രാഷ്ട്രീയമൊന്നുമല്ല ഇന്നുള്ളത്. അവിടെ ഈ പറയുന്നത് പോലെ പ്രചാരണങ്ങളും പ്രകടനങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചേരും. അതിനകത്ത് ഈ പറഞ്ഞതുപോലെയുള്ള പലതും നടക്കും. ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ചെയ്ത് അവിടെ വോട്ട് നേടി അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് പകരം രാഹുലിൻ്റെ യാത്ര അവിടെ ജനങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്, വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആൾക്കൂട്ടം വരുന്നുണ്ട്. ആൾക്കൂട്ടത്തെ എങ്ങനെ അവിടെ കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യമൊക്കെ വേറെ. എന്തായാലും വരുന്നുണ്ട്. ആ ആൾക്കൂട്ടത്തിനോട് സംവദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ ലളിതമായിട്ട് പറയണം. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ബീഹാറിലെ ഗവൺമെൻറ് എവിടെയൊക്കെയാണ് വീഴ്ച വരുത്തുന്നത്, അതല്ലേ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് രാഹുൽ അല്ലെങ്കിൽ രാഹുലിൻ്റെ പാർട്ടിയും രാഹുലിൻ്റെ മുന്നണിയും ചെയ്യേണ്ടത്. അവിടെ അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു മൗത്ത് പീസാണ് രാഹുൽ. ഒരു ശരിക്കു പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ നാവാണ് അവിടെ രാഹുൽ. ആ രാഹുൽ പറയുന്നത് മണ്ടത്തരങ്ങൾ, മണ്ടത്തരങ്ങളാണ് പറയുന്നത്. 6-7 വയസ്സുള്ള കുട്ടികൾ എൻ്റെ അടുക്കൽ വന്നു, പരാതി പറഞ്ഞു, വോട്ടർ പട്ടികയിൽ ക്രമക്കേടാണ്, ഞങ്ങളെല്ലാം പുറത്താക്കിയിരിക്കുന്നു, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. ഈ 6-7 വയസ്സുള്ള കുട്ടികൾക്ക് എവിടെയാണ് വോട്ടുള്ളത്? ഏത് വോട്ടർ പട്ടികയിലാണ് അവർ ഇടം പിടിച്ചിരിക്കുന്നത്? അംഗനവാടിയിൽ ഇലക്ഷനാണോ നടക്കുന്നത്? അംഗനവാടി തിരഞ്ഞെടുപ്പാണോ നടക്കുന്നത്? അതോ ഒരു സ്റ്റേറ്റിൻ്റെ, ഒരു സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണോ? ഇതുപോലും അറിഞ്ഞിടാത്ത ഒരാളാണോ ഈ രാഹുൽ ഗാന്ധി? ഈ രാഹുൽ ഗാന്ധിക്ക് ഏഞ്ഞ കുറേ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ട്. അദ്ദേഹത്തിന് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന വളരെ മുതിർന്ന നേതാക്കൾ തൊട്ട് ഈ എന്താ പറയേണ്ട ഏറ്റവും ചെറുപ്പക്കാർ വരെ ഉള്ളവർ ഈ രാഹുൽ പറയുന്ന മണ്ടത്തരങ്ങളെ തലയാട്ടി ശരിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അവർക്കതല്ലാതെ കഴിയില്ല. കാരണം രാഹുലിനെ എതിർത്തുകൊണ്ട് രാഹുൽ പറയുന്നത് മണ്ടത്തരമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ കർണാടകയിൽ കണ്ടതാണ്. അവിടെ ഒരു മന്ത്രിക്ക് മന്ത്രിപ്പണി പോയി. അദ്ദേഹം പറഞ്ഞു, വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവിടെ ഭരിക്കുന്ന സർക്കാരാണ്. ഈ സർക്കാരിന് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. ഇത് നാളെ നമുക്ക് വലിയ ഉപദ്രവമായി തീരും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അതുപോലെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? ഈ വോട്ടർ പട്ടിക തയ്യാറാക്കിയത് ആരാണ്, എങ്ങനെയാണ്, ആരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തത്, ആരുടെ കീഴിലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയല്ലേ. ആ ചർച്ച കൊണ്ടെത്തിച്ചത് എവിടെയാണ്? കർണാടക ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യ സർക്കാരിനെയാണ് പ്രതിരോധത്തിലാക്കിയത്. ഇത് ആ മന്ത്രി ഉറക്കെ പറഞ്ഞു പോയതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. അദ്ദേഹത്തിനെ ഉടനെ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രാഹുൽ ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ കൂക്കുവിളികളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്, കയ്യടികളല്ല. ഈ ജനങ്ങളുടെ കയ്യടികൾ നേടാനുള്ള തന്ത്രങ്ങളൊന്നും രാഹുൽ പയറ്റുന്നില്ല. മറിച്ച് ജനങ്ങളുടെ കൂക്കുവിളിയും അവരുടെ കളിയാക്കലും അവരുടെ പരിഹാസവും നേടിയെടുക്കുകയാണ് ഈ ഇന്ത്യ മുന്നണിയുടെ നേതാവ്, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഒരല്പം പോലും ചിന്തിക്കാതെ പറയാൻ കഴിയും, ബീഹാറിൽ NDA സഖ്യം തൂത്തുവാരും. നിതീഷും BJPയും കൂടെ ചേർന്ന് അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും. യാതൊരു സംശയവുമില്ല. രാഹുൽ തന്നെയാണ് അവരുടെ ആ വിജയത്തിൻ്റെ കാരണവും. അത് ഏറെക്കുറെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷെ ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അത് കൂടുതൽ രൂക്ഷമാകും. അത് കോൺഗ്രസിനും രാഹുലിനും വലിയ തിരിച്ചടിയായിരിക്കും കാത്തിരിക്കുന്നത്.
എന്തായാലും ഇങ്ങനെ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര നടത്തിക്കൊണ്ട് രാഹുലിൻ്റെ യാത്ര മുന്നേറുകയാണ്. BJP ഒരിക്കൽ കൂടി ദൈവത്തിനോട് നന്ദി പറയുകയാണ്. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യം.